അങ്ങനെ ഇന്ന് നമ്മൾ കൂർഗ് ചുറ്റിക്കറങ്ങി കാണാൻ പോവാം കേട്ടോ. നമ്മൾ കൂർഗ് ക്ലിഫ് റിസോർട്ടിൽ നിന്ന് രാവിലെ തന്നെ എണീറ്റ് ഒരു മോർണിംഗ് കോഫിയൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു കോഫി കൗണ്ടറുണ്ട്. കോഫിയോ ടീയോ ഒക്കെ വേണമെങ്കിൽ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പ് തന്നെ നമുക്ക് അവിടുന്ന് കൗണ്ടറിൽ നിന്ന് വാങ്ങി കഴിക്കാം. എന്നിട്ട് കുറച്ച് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് നീന്തി പിന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കൂർഗ് ക്ലിഫിൽ. ബ്രെഡ് ടോസ്റ്റും അങ്ങനത്തെ കുറച്ച് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസൊക്കെ ഒരു സൈഡിലുണ്ട്. പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ സ്റ്റെറൈലായിട്ടുള്ള ഒരു ചേമ്പറിൽ കേട്ടോ, ഒരു അലമാര പോലെ ഇങ്ങനെ സ്റ്റെറിലൈസർ പോലെയാണ്. അതിനകത്ത് ഇങ്ങനെ കീപ്പ് ചെയ്തേക്കാണ് കഴുകിയിട്ട് നല്ല നീറ്റായിട്ടുള്ള പ്ലേറ്റുകളൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് എല്ലാ ഹോട്ടലുകളിലും സാധാരണ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഇത്. ഫസ്റ്റ് തന്നെ കണ്ടത് കേട്ടോ നമ്മുടെ ബോയിൽഡ് എഗ്ഗും ഓംലെറ്റും കോമൺ ആയിട്ട് ഒരുവിധം എല്ലാ ബുഫേ ബ്രേക്ക്ഫാസ്റ്റിലും ഉണ്ടാകുമല്ലോ. പിന്നെ നല്ല നല്ല നഗ്ഗറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നോൺ വെജ് ഐറ്റംസ് ചില ഹോട്ടലിലൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഫുഡ് കഴിക്കാനും കുറച്ചൊരു പ്രയാസമായിരിക്കും രാവിലെ. ഇത് നല്ല നഗ്ഗറ്റ്സ്, അതും എയർ ഫ്രൈഡ് നഗ്ഗറ്റ്സ് ആണ് കേട്ടോ, ഓയിൽ ഫ്രൈഡ് അല്ല. എയർ ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിയാണ്, അപ്പോൾ കുറച്ച് ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് കേട്ടോ. കാണുമ്പോൾ തന്നെ വായിലിടുമ്പോൾ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോകണേ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയ ഫ്രഞ്ച് ടോസ്റ്റ്. പിന്നെ കോൺഫ്ലേക്സും ചോക്കോസും ഒക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ കൂർഗ് സ്പെഷ്യൽ ഐറ്റംസ് വരികയാണ് കേട്ടോ. ഇത് വൈറ്റ് ഷീര എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സേമിയ ഉപ്മാവും. ഈ വൈറ്റ് ഷീര എന്ന് പറഞ്ഞാൽ നമ്മുടെ റവ കേസരിയൊക്കെ പോലെ കേട്ടോ. പിന്നെ ഈ ടൊമാറ്റോ മട്ടർ മസാല, അത് പിന്നെ പൂരിയാണെങ്കിൽ ഒരു റെഡ് കളറിൽ ബീട്രൂട്ട് പൂരി. പിന്നെ കുറേ ചട്നിയും, റെഡ് ചട്നി ഉണ്ട്, വൈറ്റ് ചട്നി ഉണ്ട്. പിന്നെ നല്ല കിടിലൻ സാമ്പാറുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഉള്ളിൽ സോഫ്റ്റ് പുറത്ത് ക്രിസ്പി ആയിട്ടുള്ള നല്ല ഉഴുന്നുവടയും നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റും കൂർഗ് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സ്വീറ്റ് കോണും ബേക്ക്ഡ് ആയിട്ടുള്ള ടൊമാറ്റോസും ബേക്ക്ഡ് ബീൻസും, ഇനി ഓട്സ് വേണ്ടവർക്ക് ഓട്സും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ അച്ചാറുകളും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തിട്ട് സാലഡ്സൊക്കെ വേണ്ടവർക്ക് കഴിക്കാം. പിന്നെ ഷേക്കുകൾ, ജ്യൂസുകൾ, കുക്കുംബർ ജ്യൂസും ക്യാരറ്റ് ജ്യൂസും ഒക്കെ ഉണ്ട്. ഇനി സ്മൂത്തി വേണ്ടവർക്ക് സ്മൂത്തി ഉണ്ട്. അങ്ങനെ എല്ലാതും കുറച്ചൊക്കെ എടുത്തിട്ട് കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ടോസ്റ്റ് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയത്. അങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചു. നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഭയങ്കര ഇങ്ങനെ അലിഞ്ഞു പോകണ പോലത്തത്. ഞാൻ നഗ്ഗറ്റ്സും അത് എയർ ഫ്രൈഡ് ആയതുകൊണ്ട് നമ്മൾ ഓയിൽ ഫ്രൈഡിൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല, പക്ഷെ എന്നാലും കൂടുതൽ ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ച് ധൈര്യമായിട്ട് കഴിച്ചു. പിന്നെ ഇവരുടെ ഈ പീസ് മസാല പോലത്തെ ടൊമാറ്റോ മട്ടർ മസാല നല്ല രസമുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ പൂരിയും കൂട്ടിയിട്ട്, ബീട്രൂട്ട് പൂരി ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. നോർമൽ പൂരികളൊക്കെ സാധാരണ എല്ലായിടത്തും ഉണ്ടാവാറ്. ഇത് ബീട്രൂട്ട് ഇതിൽ മാവിൽ അരച്ച് ചേർത്തേക്കാൻ തോന്നുന്നു. ബീട്രൂട്ട് പൂരി എല്ലാം കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഹെൽത്തി ആയിട്ടാണ് ഇവരുണ്ടാക്കിയേക്കണത്. ബീട്രൂട്ട് പൂരിയും ടൊമാറ്റോ മട്ടർ മസാലയും കൂടി നല്ലൊരു കോമ്പിനേഷനായിരുന്നു. പിന്നെ ഈ ആലു പൊറാട്ടയും അതുപോലെ ഓയിലൊന്നും ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള പൊറാട്ടയാണ്. അതിൻ്റെ കൂടെ നല്ല കിടിലൻ മാങ്ങച്ചാറും. ആ മാങ്ങച്ചാറും കൂട്ടിയിട്ട് ആലു പൊറാട്ടി ടേസ്റ്റ് ചെയ്തിട്ടോ. സംഭവം നല്ല കിടിലനാണ്, നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ആ ഒരു കോഴ്സ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത ഐറ്റംസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. ഇതാണ് ബ്ലൂബെറി ഷേക്ക് ഉണ്ടായിരുന്നു രാവിലെ തന്നെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് ഉണ്ട്, കുക്കുംബർ ജ്യൂസ് ഉണ്ട്. പിന്നെ നല്ല മസാലയൊക്കെ ഇട്ട് നല്ല സ്വീറ്റ് കോൺ, ഏത് മസാല വേണമെങ്കിലും നമുക്കിടാം, ചാട്ടും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലേക്സും ഒന്ന് ടേസ്റ്റ് ചെയ്തു. പിന്നെ അവരുടെ ആ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട, ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു കേട്ടോ. ഇഡ്ഡലി അതെ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ലൈവായിട്ട് നമുക്ക് വേണമെങ്കിൽ ദോശ കൗണ്ടറുണ്ട്. ദോശ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തു തരും കേട്ടോ. പിന്നെ ഈ സേമിയ ഉപ്മാവും അവരുടെ ഈ റവയുടെ ഈ ഡിഷും കൂടി, ഈ റവ കേസരി പോലത്തെ ഈ ഡിഷും ഒന്ന് ടേസ്റ്റ് ചെയ്തു. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ കൂർഗ് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസാണ്. സേമിയ ഉപ്മാവ് പിന്നെ നമ്മുടെ അവിടെ നാട്ടിലും കേരളത്തിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. റവ കേസരി നല്ല ഇവർ എഴുതിയേക്കുന്നത് ഏകദേശം അതുപോലത്തേക്ക് ഒരു ഐറ്റം. പിന്നെ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ച് ആ സമയം കൊണ്ട് കുട്ടികൾ പാർക്കിലേക്ക് കളിച്ചപ്പോൾ ഞങ്ങൾ റെഡിയായി. അങ്ങനെ ഇന്ന് ഫുള്ള് നമ്മൾ കൂർഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഗോൾഡൻ ടെമ്പിളാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് കേട്ടോ. പിന്നെ വഴികളൊക്കെ ഫുള്ള് നല്ല രസമായിട്ടോ. രണ്ട് സൈഡിലും ഫുള്ള് ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവുകയാണ്. കുറേ താമരയും അതിൻ്റെ മൊട്ടും ആമ്പലും ഒക്കെ ഇങ്ങനെ കണ്ടു. വഴിയിലൊക്കെ ഇങ്ങനെ പോണ വഴി കുറേ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസൊക്കെ കാണാം കേട്ടോ. ഈ മൊണാസ്ട്രിയിലൊന്നും എൻട്രി ഇല്ല, റീസ്ട്രിക്റ്റഡ് എൻട്രി എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഗോൾഡൻ ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള മൊണാസ്ട്രിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കുറേ ബുദ്ധ സന്യാസികളെയും കുട്ടികളെയും ഒക്കെ കാണാം കേട്ടോ. വഴിയിൽ നിറയെ ഇങ്ങനെ ചോളത്തിൻ്റെ പാടങ്ങൾ, ചോളം ഇങ്ങനെ നിറയെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. കുറേ കായ്ച്ച് നിൽക്കുന്ന പാടങ്ങൾ കണ്ടു. ഇത് കണ്ടോ, കായ്ച്ചതിൻ്റെ മുകളിൽ ഫുള്ള് ഇങ്ങനെ ചോളത്തിൻ്റെ കായൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ സ്പ്രിങ്ക്ലർ വെച്ച് കുറേ നനയ്ക്കുന്നതും ഒക്കെ കണ്ടു. ഇങ്ങനെ ഒരു മൊണാസ്ട്രികളുടെ ബോർഡൊക്കെ കണ്ട് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടോ. ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞ് കൺജഷൻ വന്നാലോ എന്ന് വിചാരിച്ച് എന്നിട്ട് നടന്ന് പോയി. ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. കുറേ ടിബറ്റ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഈ ടിബറ്റ് റെസ്റ്റോറൻറ്റ്സൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ കൂർഗിലെ കുറേ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ
അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. സംഭവം നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഏലക്കായും പട്ടയൊക്കെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടായാൽ. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുകയാണ്. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ബിൽഡിങ്സ്, 4 സൈഡിലും ബിൽഡിങ്ങും നടുക്കൊരു ഓപ്പൺ ഗ്രൗണ്ടും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗട്ടോ. അതിൻ്റെ സൈഡിൽ ഫുള്ള് കടകളാണ്, ഇങ്ങനെ ഷോപ്പിങ്ങിനായിട്ടുള്ള. ഇവരുടെ കുറേ ബുദ്ധ സന്യാസികൾ അവിടെ ഇരിക്കുന്നുണ്ട്, കുറേ കച്ചവടക്കാരായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ നല്ല ഭംഗിയുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സും കുറേ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഐസ്ക്രീംസും ജ്യൂസും പിന്നെ കുറേ വള, കമ്മൽ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു സാധാരണ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് കയറുമ്പോൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറേ ഐറ്റംസ്. നല്ല ഭംഗിയുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് മെറ്റലും പല കളറിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഒരു 150-200 ഒക്കെ. പിന്നെ നമ്മളൊരു ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ വാങ്ങി, കൂർഗിൻ്റെ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ചിത്രമൊക്കെ ഉള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്. പിന്നെ കുറേ ടോയ്സിൻ്റെ ഷോപ്പുണ്ട്. അങ്ങനെ കുറേ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഒക്കെ അത്യാവശ്യം നമ്മുടെ നാട്ടിലേക്കാണ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഏത് ടൂറിസ്റ്റ് സ്ഥലത്ത് പോയാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ എൻട്രിയിലേക്ക് കയറി. ഫസ്റ്റ് ഇങ്ങനെ വലിയൊരു ടെമ്പിളാണ് കാണുക. ഈ ബുദ്ധ സന്യാസിയുടെ ഒരു പിക്ചറും ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. അത് ക്ലോസ്ഡ് ആണ് കേട്ടോ, ഇത് തുറക്കൂല. ഇതിൻ്റെ സൈഡിൽ ഒരു വലിയ ടെമ്പിളുണ്ട്, അതാണ് തുറന്നിട്ടിങ്ങനെ ഈ സൈഡിൽ കാണുന്നത്. ഇതാണ് ഓപ്പൺ. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫുള്ള് കയറാം. പോണ വഴി ഇങ്ങനെ ഫുള്ള് വിളക്കുകളൊക്കെ വെച്ച്, കറക്റ്റ് വിളക്കുകളൊക്കെ നിറയെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അങ്ങനെ നേരെ നമുക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസ് ഒക്കെ ഓപ്പണാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വിളക്കുകൾ കണ്ടോ, നമുക്കിങ്ങനെ ക്ലോസായി നോക്കുമ്പോൾ അങ്ങനെ കാണാം, ഫുള്ള് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കുകളാണ്. അങ്ങനെ ഞങ്ങൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫുള്ള് കൊത്തുപണിയാണ് കേട്ടോ, കാണാൻ നല്ല രസമാണ്. നിലമൊക്കെ നല്ല മാർബിളൊക്കെ ഇട്ട് വലിയ ബുദ്ധ പ്രതിമകളൊക്കെ സ്വർണ്ണ കളറിലുള്ള, ഈ ഗോൾഡ് പ്ലേറ്റഡ് ആണോ എന്നറിയില്ല, നല്ല ഭംഗിയുള്ള ഇങ്ങനെ പ്രതിമകളൊക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട് 3 എണ്ണം. മുകളിലൊക്കെ കണ്ടോ, ഫുള്ള് ഇങ്ങനെ പെയിൻറ്റിങ്സാണ്, മ്യൂറൽ പെയിൻറ്റിങ്സ് ചുമരുകളിൽ ഫുള്ളുണ്ട്. നല്ല കിട്ടിലിന് പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അതിന് മുന്നിൽ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്താൽ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നല്ല കൊത്തുപണികളും പെയിൻറ്റിങ്സും ഒക്കെ നിറഞ്ഞ് ആ ഗോൾഡൻ ടെമ്പിൾ നമ്മൾ എന്തായാലും കൂർഗി പോകുമ്പോൾ മിസ്സാവാതെ കാണണം കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, 1.5 മണിക്കൂറാണ് നമുക്ക്. ഇത് മടിക്കേരി ഭാഗത്താണ്. മടിക്കേരിയിലേക്ക് പോണ വഴി, കുശാൽ നഗറിൽ നിന്നൊക്കെ മടിക്കേരിക്ക് പോണ വഴി കാണാം. ഒരു 1/2 മണിക്കൂറിലാണ് ഉള്ളത്. 1/2 മണിക്കൂർ യാത്രയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടായുള്ളൂ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് കേട്ടോ. ചോൾമരിലൊക്കെ കണ്ടോ, ഫുള്ള് പെയിൻറ്റിങ്സാണ്. റൂഫൊക്കെ അതെ കംപ്ലീറ്റ് നല്ല ഭംഗിയിൽ പെയിൻറ്റ് ചെയ്ത് നല്ല കളർഫുള്ളാക്കിയിട്ടാട്ടോ ഉണ്ടാക്കിയിരിക്കണേ. ഒരു 1-2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്കത് ഫുള്ള് കണ്ടു തീർക്കാം. സൈഡിലൊക്കെ കണ്ടോ, എവിടെ നോക്കിയാലും പെയിൻറ്റിങ്സും കൊത്തുപണികളും ഒക്കെയാണ്. ഫ്ലോറിങ് വരെ നല്ല ഭംഗിയായിട്ട് കിട്ടിലിനാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. കുറേ ആൾക്കാർ ബുദ്ധൻ്റെ പോലെ ഇങ്ങനെ ഇരുന്നിട്ടും ഒക്കെ അതിൻ്റെ മുന്നിലിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. സൈഡും ഒക്കെ അതെ 2-3 സൈഡിലൊക്കെ എൻട്രി ഉണ്ട്. അതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചെറിയൊരു ഗാർഡനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബുദ്ധ സന്യാസികൾ താമസിക്കുന്ന കുറേ ഹോസ്റ്റലുകളൊക്കെയാണ് നമ്മൾ ആദ്യം കണ്ട ബിൽഡിങ്സൊക്കെ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിറങ്ങി. അപ്പോൾ പോണ വഴി കുറച്ച് ഷോപ്പിങ്ങിനായിട്ടുള്ള ആ കടകളിലൊക്കെ കയറി കേട്ടോ. ഇവരുടെ കുറേ ഈ മരത്തിൻ്റെ കുറേ കൈലുകളും സ്പൂണുകളും അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇതൊന്നും വലിയ റേറ്റില്ല കേട്ടോ, 40 രൂപ 60 രൂപയ്ക്കേ ഉള്ളൂ. കുറച്ച് ഓർണമെൻറ്റ് ബോക്സുകൾ, പല ഫ്ലേവറിലുള്ള കുറേ ചന്ദനത്തിരികൾ, അങ്ങനെ കുറേ വുഡനായിട്ടുള്ള ഈ കൂർഗിൽ കുറേ മരങ്ങളും കുറേ സ്പൈസസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണല്ലോ. പിന്നെ കുറേ ടോയ്സ് ഉണ്ട് കുട്ടികൾക്ക് പറ്റിയ. പിന്നെ ഇവരുടെ ഈ ലക്കിന് വേണ്ടി വെക്കുന്ന തലയാട്ടുന്ന പ്രതിമ, പൂച്ച, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ കൂർഗിൻ്റെ കുറേ സ്പൈസസിൻ്റെ ഷോപ്പുണ്ട്. നമ്മൾ കുറച്ച് പട്ടയും ഗ്രാമ്പു ഏലക്കായൊക്കെ വാങ്ങി. പിന്നെ കൂർഗ് കോഫി, കുറേ ഫേമസ് ആണല്ലോ കൂർഗ് കോഫി. അങ്ങനെ കുറേ ടൈപ്പ് കുറേ ഫ്ലേവേർഡ് ആയിട്ടുള്ള കോഫീസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കാപ്പിപ്പൊടിയുടെ പാക്കറ്റുകളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടോ. ഈ സ്പൈസസൊക്കെ എന്തായാലും അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയിരിക്കും സാധനം. അതുപോലെ തന്നെ ഇവരുടെ കൂർഗ് കോഫിയും നല്ല ഫ്രഷ് ആയിട്ടുള്ള കോഫിയാണ് അവിടെ തന്നെ ഉണ്ടാവുന്നത്, കൂർഗ് എസ്റ്റേറ്റിൽ ഉണ്ടാവുന്നത്. പിന്നെ അവിടെ കുറേ തട്ടുകടകളൊക്കെ കണ്ടിട്ടോ, കുറേ സ്നാക്സ്, നമ്മളെപ്പോലെ തന്നെ കുറേ സമൂസയും ഉള്ളിവടയും പൊക്കവടയും പിന്നെ പാനിപൂരിയൊക്കെ കണ്ടത്. പിന്നെ നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. നിസർഗധാമയാണ് കേട്ടോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. ഈ നിസർഗധാമയിൽ ബാംബൂ ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു ഡിയർ പാർക്ക് ഉണ്ട്, പിന്നെ കുറേ ബേർഡ് പാർക്കും ഒരു റിവറും ഒക്കെ ഉണ്ട് കേട്ടോ. നിസർഗധാമ എത്തി അവിടെ കയറുമ്പോൾ തന്നെ വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഈ മിറർ മെയ്സും ഹൊറർ ഹൗസും അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കുറച്ച് ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കാർ പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ അവരിങ്ങനെ നല്ല പച്ചമാങ്ങ ഇങ്ങനെ മുളകും ഉപ്പും ഒക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. പേരയ്ക്കുണ്ട്, കക്കരിക്കുണ്ട്. ഞങ്ങൾ കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് അങ്ങനെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇങ്ങനെ അവർ സ്പ്രെഡ് ചെയ്ത് തരും. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കിട്ടൂലേ അതുപോലത്തെ ആ നീളത്തിൽ വലിയ പുളിപ്പില്ലാത്ത മാങ്ങ, നല്ല കിടിലൻ മാങ്ങയാണ്. അപ്പോൾ മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് നമ്മൾ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു. ചെറിയൊരു എൻട്രി ടിക്കറ്റ് 20 രൂപ എന്തോ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബാംബൂ ഫോറസ്റ്റിലേക്ക് കിടന്നു കേട്ടോ. നിസർഗധാമ ഫോറസ്റ്റിൽ കയറുമ്പോൾ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, വേണമെങ്കിൽ ഒരു തൂക്കുപാലുണ്ട്.
ബോട്ടിങ്ങിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. എന്നിട്ടൊരു സൈഡിലേക്ക് ബോട്ടിങ് എൻട്രി നമുക്ക് ബോർഡ് കാണാം. അങ്ങനെ പോയാൽ മതി. എന്നിട്ട് ബോട്ടിൽ കയറി ഈ തൂക്കുപാലത്തിൻ്റെ താഴത്തെ കൂടി ഈ റിവർ കൂടി നമുക്ക് ഇങ്ങനെ ബോട്ടിങ്ങിന് പോകട്ടെ. അതൊന്ന് ബോട്ടിങ് എൻട്രൻസിൻ്റെ ബോർഡ് കാണുന്ന വഴി കൂടിയാണ് പോയാൽ മതി. പിന്നെ നമ്മളങ്ങനെ തൂക്കുപാലൊക്കെ കിടന്ന് അപ്പുറത്തേക്ക് കടന്നു. ഫുള്ള് ബാമ്പു ആണ് കേട്ടോ. ഈ ബാമ്പു ഫോറസ്റ്റ് ഒരു നീളം ഇങ്ങനെ ബാമ്പുകളും നല്ല നടക്കാനുള്ള നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഇതിൽ കൂടി നടക്കാൻ തന്നെ കേട്ടോ. 99 റുപ്പീസിന് നല്ല സൗത്ത് ഇന്ത്യൻ മീൽസൊക്കെ വിശക്കണവർക്ക് വേണേൽ കഴിക്കാം. പിന്നെ റിവറിലേക്കും ബേർഡ് പാർക്കിലേക്കും ഒക്കെ ഉള്ള ഒരു ആരോസൊക്കെ കാണാം കേട്ടോ. അതൊക്കെ ആരോ മാർക്കൊക്കെ നോക്കി സൈൻ ബോർഡൊക്കെ നോക്കി പോയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനുള്ള സീറ്റിങ്സൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ഒരു ഗാർഡനാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പൂക്കളം എന്നുള്ളൊരു ഗാർഡനല്ല, ഫുള്ള് ഇങ്ങനെ ഒരു ഫോറസ്റ്റിൻ്റെ പോലത്തെ ഒരു വൈൽഡായിട്ട് ഉണ്ടാക്കിയേക്കാണ്. പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്, അങ്ങനെ റോപ്പ് ആക്ടിവിറ്റീസും കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. പിന്നെ 1-2 കടകൾ. ഈ കടകളിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഹോം മെയ്ഡ് വൈൻ വെക്കുന്നുണ്ട്. പിന്നെ കൂർഗിൻ്റെ കോഫിയും നേരത്തെ നമ്മൾ കണ്ട പോലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, അങ്ങനത്തെ കുറേ സ്പൈസസ് വെക്കുന്നുണ്ട് കണ്ടോ. ഹോം മെയ്ഡ് വൈന് കൂർഗ് കയറിയത് കുറേ ഷോപ്പിൽ കണ്ടു കേട്ടോ. ഈ ഹോം മെയ്ഡ് വൈന് വെക്കുന്നുണ്ട്. പിന്നെ കുറേ കടല മിഠായിയും അങ്ങനത്തെ കുറേ സാധാരണ മിഠായികൾ. ഇടയിലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ഫുള്ള് കണ്ടോ പുലിയുടെ രൂപത്തിലും അങ്ങനെ പല പെയിൻറ്റിങ്സൊക്കെ ചെയ്ത സംഭവം നല്ല കിടിലനും ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ എൻട്രൻസുകളൊക്കെ കണ്ടോ ഒരു കാട്ടുജാതിക്കാരുടെയൊക്കെ എന്തോ ഒരു ഗോത്രത്തിലേക്കുള്ള എൻട്രി പോലെ സീറ്റിങ്സിനൊക്കെ അങ്ങനത്തെ ഒരു പെയിൻറ്റിങ്സൊക്കെ കൊടുത്തിരിക്കണം. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഒരു വൈൽഡായിട്ടുള്ള ലുക്കാണ്. അങ്ങനെ അതിൽ കൂടി കുറച്ചൊക്കെ നടക്കണം. അപ്പോൾ നമുക്കിങ്ങനെ റിവറിൻ്റെ ബോർഡും ബേർഡ് പാർക്കും ഡിയർ പാർക്കൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ഈ കൂർഗിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ജീവിത രീതിയൊക്കെ കാണിക്കുന്ന കുറേ പ്രതിമകളും കുറേ സ്റ്റില്ലായിട്ടുള്ള കുറേ മോഡൽസൊക്കെ കേട്ടോ. നല്ല ഭംഗിയിൽ നാച്ചുറലായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് കണ്ടോ. അവരുടെ ട്രഡീഷണലായിട്ട് അവർ ചെയ്യുന്ന എന്തൊക്കെ ജോലികളാണോ ഇതിൻ്റെ കൂടെ തന്നെ അവരുടെ കൂടെയുള്ള കുറേ പട്ടികളും ഒക്കെ ഇങ്ങനെ ഉണ്ട്. ലൈഫ് സ്റ്റൈൽ കൊടക് ട്രൈബൽ പീപ്പിൾ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ ബാമ്പൂവിന് മൂർച്ച കൂട്ടുന്നു, അങ്ങനെ പല രീതിയിലുള്ള ജോലികൾ അവർ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കുറേ അവിടുത്തെ രീതിയിലുള്ള കുടിലുകളുണ്ട്. അവിടുത്തെ കൂർഗ് കൊടക് സാധാരണ താമസിക്കുന്ന വീടുകളുടെ രീതിയിലാണ് അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരിക്കണം. പിന്നെ കൊടകിൻ്റെ ഒരു ട്രഡീഷണൽ ഡാൻസ് ഫോം, അതുപോലെ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് അതിൽ എഴുതിയിട്ടുണ്ട് ട്രഡീഷണൽ ഡാൻസ് ഫോം എന്ന്. കണ്ടോ ഇതിൻ്റെ ഒരു പേര് എഴുതിയിട്ടുണ്ട്, കൊഡാവ ഫീമെയിൽ ട്രഡീഷണൽ ഡാൻസ് എന്നാണ് ഇതിൻ്റെ പേര്. അതിന് പ്രത്യേക രീതിയിൽ കയ്യിലിങ്ങനെ ഒരു മണിയൊക്കെ പിടിച്ചിട്ടുള്ള ടൈപ്പ് ഡാൻസ് ആട്ടോ. അതിൻ്റെയൊക്കെ കുറേ പ്രതിമകളുണ്ട്. പിന്നെയും കുറേ ഇരിക്കാനുള്ള കുറേ സീറ്റുകളൊക്കെ എല്ലായിടത്തുണ്ട്. കുറച്ച് ബാമ്പു ഫോറസ്റ്റ് കൂടി നടന്ന് ക്ഷീണിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. പിന്നെ കണ്ടോ മെയിൽസിൻ്റെ വേറൊരു ഡാൻസ്, നമ്മളെ ദഫ്മുട്ടിൻ്റെയൊക്കെ രീതിയിലുള്ള ഒരു ഡാൻസുകൾ, കുറേ ആണുങ്ങളുടെ ഡാൻസ് പെണ്ണുങ്ങളുടെ അല്ലാണ്ട്, ഇതും ഒരു വേറെ രീതിയിലുള്ള ഡാൻസാണ്. ഇതിൻ്റെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഗൗഡ ഡാൻസ് എന്നൊക്കെ. അങ്ങനെ അതിൻ്റെയും കുറേ പ്രതിമകൾ. പിന്നെ നമ്മൾ ബേർഡ് പാർക്കിലെത്തി. ബേർഡ് പാർക്കിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ വലിയ ബേർഡിനെ കയ്യിൽ വെച്ചിട്ട്, അതുപോലെ ഈ ഇക്വാനേനെയൊക്കെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതിന് സെപ്പറേറ്റ് എൻട്രി ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ ബേർഡ് പാർക്കിൽ എൻട്രി ചെയ്യണമെങ്കിൽ 100 രൂപ എന്തോ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ വി ലവ് ബേർഡ്സ് എന്നുള്ള ബോർഡൊക്കെ കാണാം. പിന്നെ ഈക്വാനിനെ കൊണ്ടൊരാൾ ആദ്യം തന്നെ നിൽക്കേണ്ടത് 80 രൂപ ഉണ്ട്. ഇതിന് സെപ്പറേറ്റ് ആയിട്ട് 80 രൂപ കൊടുത്താൽ നമുക്ക് കയ്യിലോ തോളിലോ ഒക്കെ ഈക്വാനിനെയൊക്കെ വെച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഈ പക്ഷീനെയും വെച്ചിട്ടെടുക്കാം, അതേപോലെ ഇഗ്വാനേനെ എടുക്കട്ടോ. ഇഗ്വാനേനെ പക്ഷേ നമ്മൾ കയ്യിൽ വെച്ച് ട്രൈ ചെയ്തെങ്കിലും ചെറുതായിട്ട് അതൊന്ന് ഇറുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ കൈ വലിക്കും. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ഇറുക്കിയിട്ട് ചെറുതായി മുറിവൊക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ കയ്യിലൊരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അമ്മ കയറ്റിയിരുത്തണതാണ് നല്ലത്. പിന്നെ ഈ പക്ഷീനെയായാലും ഇഗ്വാനേനായാലും അത് 80 രൂപയാണ്. ഇങ്ങനെ പല പോസിലും എടുക്കാട്ടോ. പിന്നെ ഒരു 50 രൂപ സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഓസ്ട്രിച്ചിനെ ഫീഡ് ചെയ്യാം. കുറേ ഓസ്ട്രിച്ചുകളുണ്ട്. അതുപോലിങ്ങനെ കുറേ ഇലയും കുറേ എന്തൊക്കെ ഭക്ഷണമൊക്കെ കൂടി നമുക്കിങ്ങനെ ഒരു നീണ്ട വാലുള്ള ഒരു പാത്രത്തിൽ തരും. നമ്മളത് പിടിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഓസ്ട്രിച്ച് വന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി 50 രൂപ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ. രണ്ട് ഓസ്ട്രിച്ചുകൾ മത്സരിച്ച് കഴിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ചെയ്തു. ഇങ്ങനെ ഓസ്ട്രിച്ച് ഫീഡിങ് ഒക്കെ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും ഈ നിസർഗധാമ പാർക്കും അതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. കൂർഗിൽ നല്ല ബെസ്റ്റായിട്ടുള്ള 2 സാധനങ്ങളാണ്. പിന്നെ കുറേ കോഫി പ്ലാന്റേഷൻസ് കാണാൻ പറ്റും നമുക്ക്. കോഫി പ്ലാന്റേഷൻ വിസിറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് മടിക്കേരിയിലെ രാജാ സീറ്റൊക്കെയാണ്. മടിക്കേരി കുറച്ചും കൂടി ദൂരെയാണ്. രാജാ സീറ്റൊക്കെ ഒരു വ്യൂ പോയിൻ്റാണ്, അതൊക്കെ വേണമെങ്കിൽ കാണാം. അങ്ങനെ കുറേ ടർക്കി കോഴികളെ കണ്ടു കേട്ടോ. നല്ല വലിയ ടർക്കി കോഴികൾ കുട്ടികൾക്ക് ഒക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട്, ഈ ബേർഡ്സിനെയൊക്കെ കാണാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഈ ബേർഡ് പാർക്കൊക്കെ ഫുള്ള് കണ്ടു. കുറേ ടർക്കി കോഴികളുണ്ട്. പിന്നെ കുറേ വേറെ ഈ ബേർഡ്സിൻ്റെ ഫീഡിങ്, നമ്മൾ അതിനെ ആദ്യം ഓസ്ട്രിച്ച് ഫീഡിങ് ഒക്കെ നമുക്ക് പെയ്ഡ് ആയിരുന്നെങ്കിലും ഈ സാധാരണ ഈ തത്തമ്മകളൊക്കെ ധാരാളം ഉള്ള ഒരു ബേർഡ് ഫീഡിങ് ഏരിയ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. എൻട്രി ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. ഇതിൽ നമ്മൾ ഫുഡും അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരും. നമ്മൾ കയ്യിലിങ്ങനെ ഫുഡ് വെച്ചാൽ ഈ തത്തമ്മകൾ വന്നിട്ട് നമ്മൾ കയ്യിലിരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കും.
ഇതും കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലിങ്ങാണ്, സ്വന്തം കയ്യിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ എനിക്കിത് പറ്റിയില്ല കേട്ടോ. കയ്യിൽ കുറച്ച് ഭക്ഷണം ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കൊത്തി കഴിയുമ്പോൾ എന്തോ ഒരു കയ്യിനൊരു പേടിയൊക്കെ ആയിട്ട് കൈ വലിച്ചു. ഏതായാലും അത് ധൈര്യമുള്ളവർക്കൊക്കെ കൊടുക്കാം. ഇതൊരു ഇൻട്രസ്റ്റ് ഉള്ളത്, കയ്യിലിതിങ്ങനെ കൊത്തുമ്പോഴേ ഒരു പ്രത്യേക ഫീലാണ്. അതിങ്ങനെ ടോളറേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റണം, എന്നാൽ കുഴപ്പമില്ല. പിന്നെ കുറേ ഫെസൻസ് ഉണ്ട്. ഇത് സിൽവർ ഫെസൻറ്റ്, ഒരു മയിലിൻ്റെയൊക്കെ പോലത്തെ ഒരു വെള്ള കളറുള്ള മയിൽ കേട്ടോ, സിൽവർ ഫെസൻറ്റ്. ഇത് ആൽബിനോ ഫെസൻറ്റ്. അങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ വേണമെങ്കിൽ സിപ്പ് ലൈൻ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. വലിയ പൈസയൊന്നുമില്ല കേട്ടോ, 150 രൂപ എന്തോ ഉള്ളൂ സിപ്പ് ലൈന്. നമ്മൾ ഹോട്ടലിൽ സിപ്പ് ലൈൻ ഉണ്ട്, പക്ഷേ 350 റുപ്പീസൊക്കെയാണ്. കുറച്ചും കൂടി വലുതാണ് കേട്ടോ, പക്ഷേ കുറച്ചും കൂടി കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകണം, കോഫി പ്ലാന്റേഷൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകേണ്ട ഒരു സിപ്പ് ലൈൻ ഉണ്ട്. ഈ സിപ്പ് ലൈന് 150 റുപ്പീസാണ്. ഇതിങ്ങനെ ഒരു ട്രീ ഹൗസ് പോലെ അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയേക്കുക. താഴത്ത് നമ്മൾ കോണി കയറിയിട്ട് മുകളിൽ കയറണം. ഏതായാലും അവർ ഹെൽമെറ്റും നമുക്കൊരു ബെൽറ്റും ഒക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് വിടും. കുട്ടികൾക്കൊക്കെ നല്ല ത്രില്ലിംഗ് ആണ്. ഒരു ചെറിയ റേറ്റും അല്ലേ ഉള്ളൂ. പിന്നെ മറ്റേ സൈഡ് എത്തുമ്പോഴേക്കും സ്വന്തം താന്ന് അങ്ങനെ ആ കയറിൻ്റെ ഒരു ഇതിനനുസരിച്ച് നമ്മൾ താഴേക്ക് എത്തും. അങ്ങനെ സിപ്പ് ലൈന് ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഡിയർ പാർക്ക് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. മരങ്ങളുടെ താഴെയൊക്കെ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 11 റോപ്പ് ആക്ടിവിറ്റീസ്, 17 റോപ്പ് ആക്ടിവിറ്റീസിനും കൂടെ 100 രൂപ. 100 രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റ് എടുത്താൽ നമുക്കിതിൻ്റെ ഉള്ളിൽ കുട്ടികളെ കയറ്റി വിടാം. ഈ 10-17 റോപ്പ് ആക്ടിവിറ്റീസൊക്കെ അവർ ചെയ്തിട്ട് വരും. തൊട്ടപ്പുറത്തൊരു ഡിയർ പാർക്കും കൂടി ഉണ്ട്. ഡിയർ പാർക്കിൽ നിറയെ മാനുകളെ കാണാം. മാനുകൾ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, അതിനെന്തെങ്കിലും ഭക്ഷണമൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ മാനുകളുടെ കൂടെയൊക്കെ കുട്ടികളൊക്കെ കുറേ പേരൊക്കെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ കുറച്ചും കൂടി നടക്കാൻ നമുക്കായിട്ട് റിവർ കാണാൻ വേണ്ടി പോയി. അപ്പോൾ കുറേ വഴിയിലൊക്കെ കുറേ ട്രീ ഹൗസുകളൊക്കെ കണ്ടിട്ടോ. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു റിവറാണ് ഈ നിസർഗധാമയിലുള്ള റിവർ. ഇങ്ങനെ താഴേക്ക് നമുക്കിങ്ങനെ ഇറങ്ങി പോവാം. നല്ല തണുത്ത വെള്ളവും കുറേ കാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് കുറേ ഔഷധ ഗുണമൊക്കെ ഉള്ള വെള്ളമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അതിലിറങ്ങുന്നും കുറേ പേര് അതിൽ മുങ്ങണവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കാലൊക്കെ കുറച്ച് നേരം അതിൽ മുക്കിയൊക്കെ ഇരുന്നു കേട്ടോ ഞങ്ങളും. നല്ല ഭംഗിയാണ്, സൈഡിലെ മരങ്ങളുടെ ആ വേരുകളൊക്കെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അതും കൂടി കണ്ട് നമ്മൾ തിരിച്ചു പോയി. ആ പാലൊക്കെ കടന്ന് അപ്പുറത്തേക്ക് പോയി. അപ്പോൾ കയറുന്ന സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഷോപ്പിങ്ങും ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയി കേട്ടോ. കുറേ വഴിയിൽ സ്പ്രിങ്ക്ലറൊക്കെ ഉള്ള കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ തിരിച്ചെത്തി. ഹോട്ടലിൽ ഒരു ഹൈ ഈവനിങ് ടീ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ, കൂർഗ് ക്ലിഫിൽ. അതിൽ നല്ല മസാല മിക്സ്ചർ ഉണ്ട്. പിന്നെ നല്ല ചൂടുള്ള ബജി, മുളക് ബജി പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല പഴം പുഴുങ്ങിയതുണ്ട്. പിന്നെ കുറേ ടൈപ്പ് കുക്കീസ് ഉണ്ട് കണ്ടോ, 2-3 ടൈപ്പ് കുക്കീസും. പിന്നെ കുറേ ഉപ്പിലിട്ട് വെച്ച പൈനാപ്പിള്, ഉപ്പിലിട്ട് വെച്ച മുളക്, റാഡിഷ് ഉപ്പിലിട്ടത്. പിന്നെ കുറേ നമ്മൾ സാധാരണ എല്ലാ ചായക്കടയിലും ഉണ്ടാവില്ലേ, മുറുക്ക്, അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട പൈനാപ്പിളും ഉപ്പിലിട്ട മുളകും പിന്നെ മുളക് ബജിയും മിക്സ്ചറും എല്ലാം എടുത്തു. ഒക്കെ ഒന്ന് കാര്യമായിട്ട് ചായ കുടിക്കാമെന്ന് തന്നെ വിചാരിച്ചു. യാത്രയൊക്കെ കഴിഞ്ഞാലും ക്ഷീണിച്ച് വന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വിശക്കണമുണ്ട്. അങ്ങനെ കുറച്ച് മുളക് ബജിയും പിന്നെ നമ്മളെ വെട്ട് കേക്കും നല്ല ചായയും എല്ലാം കൂടി കഴിച്ച് നല്ല ലാവിഷായി നല്ല എൻജോയ് ചെയ്ത് നല്ല അടിച്ചു പൊളിച്ച് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ കൂർഗ്. നല്ല ക്ലൈമറ്റുമാണിപ്പോൾ. അങ്ങനെ ഗ്രാൻഡായിട്ട് ടീ ഒക്കെ കഴിച്ച് പിന്നെ നല്ല പ്രകൃതി ഭംഗി. നമ്മൾ ആ സൈഡിലേക്ക് ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ മരവും മലയൊക്കെ ആയിട്ട് നല്ല കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഫുൾ എൻജോയ് ചെയ്ത ഒരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ ശരി.